കൊല്ലൂർ മൂകാംബികയിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പുഷ്പരഥോത്സവത്തിന് തുടക്കമാകുന്നു. വലിയ ഭക്തജനത്തിരക്കാണ് കൊല്ലൂരിലുള്ളത്. ഇടയ്ക്കൊന്ന് കനത്ത മഴ പെയ്തിരുന്നു, അത് ഭക്തരെ വലച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. പുഷ്പരഥോത്സവം തുടങ്ങാനുള്ള നടപടികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലുള്ള തത്സമയ ദൃശ്യങ്ങൾ വീണ്ടുമായി ദീപക് മലയമേയുമുണ്ട്. ദീപക്, ഇപ്പോൾ പുഷ്പരഥോത്സവം തുടങ്ങിയാണ്. എന്താണ് ചടങ്ങിന്റെ പ്രത്യേകതകൾ? ദീപക്, ഇപ്പോൾ നവരാത്രി ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പുഷ്പരഥോത്സവം തുടങ്ങിയാണല്ലോ. എന്താണ് ഈ ചടങ്ങിന്റെ പ്രത്യേകതകൾ? തന്നെ പുഷ്പരഥോത്സവം തുടങ്ങി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ദേവിയുടെ തിടമ്പ് ഇവിടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരികയും ഈ ഒരു പുഷ്പരഥത്തിലേക്ക് അത് ഇതിനോടകം തന്നെ എത്തിക്കുകയും പൂജാകർമ്മങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മഴച്ചാറ്റിൽ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. മുഖ്യതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നിത്യാനന്ദ അഴികയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പൂജാ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആ വടം, അതായത് ആ തേരിനെ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള വടം കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള വടം വലിക്കുന്നതിന് വേണ്ടി ഭക്തരെല്ലാം തന്നെ അത് കയ്യിൽ ചേർത്ത് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അല്പം ചില നിയന്ത്രണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട കാരണം യാതൊരു തരത്തിലും മറ്റ് അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ പോലീസ് സംഘത്തെ വിന്യസിക്കുകയും ആ നിലയ്ക്ക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ മഴ അത്യാവശ്യം ശക്തിയായി തന്നെ തുടരുകയാണ്. ആ ഘട്ടത്തിൽ ഇനിയിപ്പോൾ 1:15 നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സമയം. അതിന് തൊട്ട് മുൻപായി തന്നെ ആ രഥം അവിടെ നിന്നും ഉരുണ്ടു തുടങ്ങും. തുടർന്ന് ക്ഷേത്രത്തെ 3 തവണ വലം വയ്ക്കും. അതിനുശേഷമാണ് ജനങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യുമെന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായുള്ള നാണയത്തുട്ടുകൾ അത് വിതരണം ചെയ്യുന്നത് ഉണ്ടാവുക. പൊതുവെ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. നാണയത്തുട്ടുകൾ ഒന്ന് വാങ്ങുന്നതിന് വേണ്ടി, അതൊന്ന് കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി, അത് സർവ്വ ഐശ്വര്യമാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു. എന്നാൽ അത് ഒരു പരിധിവരെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബാരിക്കേഡ് കെട്ടി തന്നെ ആളുകളെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ഏറ്റവും മഹാനവമി ദിനത്തിലെ ഏറ്റവും പരമപ്രധാനമായ ചടങ്ങ് എന്നുള്ള നിലയിൽ തന്നെയാണ് വിശ്വാസികളെല്ലാം തന്നെ മൂകാംബികയിൽ നിന്നുള്ള രഥോത്സവത്തിന്റെ കാഴ്ചകളും വിശദാംശങ്ങളുമാണ് ദീപക് മലയമ്മ നൽകുന്നത്.